ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെന്ത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ കടച്ചക്കയാണ്. അപ്പോൾ വളരെ റെയറായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട്. നല്ല റേറ്റൊക്കെയാണ്. അപ്പോൾ എന്തായാലും രണ്ടെണ്ണം വാങ്ങി അതിൽ ഒരെണ്ണം കൊണ്ടിത് നമ്മൾ പരട്ടി വയ്ക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷം ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുക. ഈ ഒരു ലെവലിൽ നമ്മൾ അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം പൊടിയുള്ളതായതുകൊണ്ട് ഇത് അടി പിടിക്കും. എന്നിട്ട് ഒറ്റ വിസിൽ നമ്മളിതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കൂടുതൽ വിസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഉടഞ്ഞു പോകും. ഒറ്റ വിസിൽ മതി. പിന്നെ നമ്മൾ വേറൊരു കടായിൽ വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ചധികം ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു ഉള്ളിയിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തക്കാളിയുടെ പകുതി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 കറിവേപ്പില ഇത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ ഈ സമയത്ത് ഞാൻ കുറച്ച് കാന്താരി മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1.5 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല 1/2 സ്പൂണ്, പിന്നെ കുരുമുളക് പൊടി 1/2 സ്പൂണ്, പിന്നെ കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി ഒരു 1/2 സ്പൂൺ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ ഇട്ട് പിന്നെ നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ പൊടികളുടെ ഒരു കുത്തലൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടച്ചക്ക നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ അരപ്പൊക്കെ അതിലേക്ക് പിടിക്കേണ്ട രീതിയിൽ, പൊടികളൊക്കെ അതിലേക്ക് പിടിക്കേണ്ട രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒട്ടും ഉടഞ്ഞു പോവില്ല. കാരണം നമ്മൾ ഒറ്റ വിസിലായതുകൊണ്ട് പാകത്തിന് വേവായിരിക്കും. പിന്നെ ഒരു 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാനല്ല, നമ്മൾ ആ പൊടികളൊക്കെ ഒരു കഷ്ണത്തിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ആവിയിലിരുന്ന് തന്നെ അതങ്ങോട്ട് സെറ്റാവും. പിന്നെ നമ്മൾ തുറക്കുമ്പോഴേക്കും നല്ല സൂപ്പർ നമ്മുടെ കടച്ചക്ക വരട്ടി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് തുള്ളി വെള്ളം കൂടി ഒഴിച്ച് നമ്മളിതൊന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,